കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. മിനിയും ജയനും എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ ഇരിക്കുവാണ്. ഈ സമയത്താണ് ഗിരിദേവനും വാവയും അങ്ങോട്ട് വന്നേ. ഗിരിദേവൻ പറഞ്ഞു, ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിലെ വിഷമം എന്താന്ന്. പക്ഷെ എന്ത് ചെയ്യാനാ, നിങ്ങളുടെ അഹന്ത ഒന്നിനും സമ്മതിക്കുന്നില്ലല്ലേ. ഉണ്ണിമോളുടെ അടുത്ത് ചെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ വിഷമങ്ങൾ പറയാൻ മടി. അത് ബാലികാദേവിയാണ് ഇരിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ മനസ്സിലാരാ? ഉണ്ണിമോളാണ്. ഒരു പക്ഷേങ്കില് ഉണ്ണിമോൾ സ്ഥാനത്ത് വേറെ ഏത് പെൺകുട്ടിയാണെങ്കിലും നിങ്ങൾ ചെന്ന് നിങ്ങളുടെ വിഷമങ്ങൾ അവരോട് പറയില്ലായിരുന്നു ചോദിക്കുക. ഇത് കേട്ടൻ ജയനും മിനിയും പരസ്പരവും നോക്കി. നോക്കണ്ട, ഞങ്ങൾക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട്. ഉണ്ണിമോളുടെ മുന്നിൽ തല താഴ്ത്താണ്ട് നിൽക്കും മടിയല്ലേ. പക്ഷെ ഇപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, അത് ഉണ്ണിമോളല്ല ഇരിക്കുന്നത്, അത് ബാലികാദേവിയാണ്. ബാലികാദേവിയോട് നിങ്ങൾ എന്ന് സങ്കടം പറയുവാണെങ്കിൽ നിങ്ങളുടെ മോളെ നിങ്ങൾക്ക് രക്ഷിക്കാനായിട്ട് പറ്റും. അല്ലാതെ ഇവിടെ ഇരുന്ന് നിങ്ങൾ അന്നപൂർണേശ്വരി ദേവിയെ വിളിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. ഇപ്പൊ അന്നപൂർണേശ്വരി ദേവി ഉള്ളത് അവിടെയാണ്, ബാലികാദേവിയുടെ അരികിലാണ്. ബാലികാദേവിയുടെ മനസ്സിലാണ് അന്നപൂർണേശ്വരി ദേവി കുടികൊള്ളുന്നത്. അതുകൊണ്ട് അങ്ങോട്ട് ചെന്നോളാൻ പറയാണ്. ഇനി ഞങ്ങൾ പറയാനുള്ളത് പറഞ്ഞു, നിങ്ങളുടെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ ചെയ്തോളാൻ പറഞ്ഞിട്ട് അവരങ്ങ് നടക്കുവാണ്. ഈ സമയത്ത് ജയം പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്താലോ, വെറുതെ അവിടം വരെ പോയി നോക്കിയാലോ. സങ്കടങ്ങളും വിഷമങ്ങളും ഒന്നും പറയണ്ട. പക്ഷേങ്കില് ഉണ്ണിമോൾ എന്താ കാണിക്കണേ അല്ലെങ്കിൽ എന്താ പറയണമെന്നറിയാലോ. നമ്മളെ കണ്ടു കഴിയുമ്പം നമുക്ക് അവിടെ വരെ ഒന്ന് പോകാന്ന് പറയാം. ഇത്രയൊക്കെ പറഞ്ഞല്ലേ, എന്താ കാണിക്കണം എന്ന് അറിയാലോ എന്ന് പറയണം. അങ്ങനെ അവസാനം അവർ രണ്ടുപേരും കൂടെ ആ തീരുമാനം എടുത്ത് അങ്ങോട്ട് പോവാണ്. ഉണ്ണിമോളുടെ അരികെ ചെന്ന് നിൽക്കുവാണ്. പക്ഷേങ്കിൽ ഉണ്ണിമോളുടെ അരികെ ചെന്ന് നിന്നിട്ടും ഇവർ രണ്ടുപേരും ഒന്നും പറഞ്ഞില്ല. ഈ സമയത്ത് ഗിരിദേവനും ലംബുവും വാവയും കൂടെ അങ്ങോട്ട് വന്നു. ഉണ്ണിമോൾ അവരെ തന്നെ നോക്കുവാണ്, അവരെന്തെങ്കിലും പറയുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ അവരൊന്നും പറഞ്ഞില്ല. ഈ സമയം ഗിരിദേവൻ പറഞ്ഞു, അതെ നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും അല്ലേ, പക്ഷേങ്കില് നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും സാക്ഷാൽ ജഗദമ്പയ്ക്ക് കാര്യങ്ങളൊക്കെ അറിയാം. ജഗദമ്പയുടെ മനസ്സിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടെന്ന് പറയാം. ഇത് കേട്ടൻ ജയം പറഞ്ഞു, ഞങ്ങൾ അതിനൊന്നും പറഞ്ഞില്ലോ, പിന്നെ എങ്ങനെയാ ഉണ്ണിമോൾക്ക് കാര്യങ്ങളൊക്കെ അറിയാമെന്ന് ചോദിക്കാം. അതൊക്കെ ജഗദമ്പയ്ക്ക് അറിയാം. സംശയം ഉണ്ട്, ഒരു കാര്യം ചെയ്യാം, ഒരു വെറ്റിലെടുത്ത് നോക്കിക്കോളാൻ പറയാണ്. പിന്നീട് ഗിരിദേവൻ ഒരു വെറ്റില അങ്ങോട്ട് കൊടുക്കുകയാണ് അവരുടെ കയ്യിലേക്ക്. മിനിയും ജയനും ആ വെറ്റിലയിലേക്ക് നോക്കുക. വെറ്റിലയിലേക്ക് നോക്കാൻ കാണുന്ന കാഴ്ച മറ്റൊന്നും ആയിരുന്നില്ല, താനും ആദ്രമോളും ജയനും നിൽക്കുന്ന ആ ഒരു രൂപം ആ വെറ്റിലേക്കകത്ത് തെളിഞ്ഞു വരുവാണ്. ഇപ്പം മനസ്സിലായോ, ജഗദമ്പയുടെ മനസ്സിലുണ്ട് നിങ്ങൾ പറയാൻ വരുന്ന കാര്യം എന്താന്ന്. അതുകൊണ്ട് ജഗദമ്പയോട് പറഞ്ഞില്ലെങ്കിലും ജഗദമ്പയ്ക്ക് കാര്യങ്ങളൊക്കെ അറിയാം. മനസ്സിലായോ? അതുപോലെ ബാലികാദേവിയാണ് ഇപ്പോൾ ഇത് കാണിച്ചു തന്നിരിക്കുന്നത്. ബാലികാദേവിയുടെ ഉള്ളിലുണ്ട് നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദന എന്താന്ന്. നിങ്ങൾ പറഞ്ഞില്ലേലും ബാലികാദേവിക്ക് കാര്യങ്ങളൊക്കെ അറിയാന്ന് പറയാം. ഈ സമയം ജയം മിനിയോ നോക്കുകയാണ്. ഈ പിള്ളേര് പറഞ്ഞ പോലെ ശരിയാണെന്ന് തോന്നുന്നു കാര്യങ്ങളൊക്കെ. എന്തൊക്കെയോ ഇവൾക്ക് ശക്തികളൊക്കെ ഉണ്ടെന്ന് തോന്നേ. ഇവള് ശരിക്കും പറഞ്ഞാൽ ദേവിയാണോ ഉണ്ണിമോളല്ലേ എന്നൊരു ചിന്തയൊക്കെ അവരുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. ഈ സമയം ഉണ്ണിമോൾ ഒന്നും മിണ്ടിയില്ല, ഒരക്ഷരം പോലും മിണ്ടിയില്ല. കാരണം ഇവരൊന്നും പറഞ്ഞുമില്ല രക്ഷിക്കണമെന്നോ ആതിരെ രക്ഷിക്കണമെന്നോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടുമില്ല. പിന്നീട് ഉണ്ണിമോൾ ഒന്നും മിണ്ടാതെ അങ്ങോട്ട് എഴുന്നേറ്റ് പോവാം. ഈ സമയം ജയനും മിനിയും പരസ്പരം നോക്കുകയാണ്. ഗിരിദേവൻ പറഞ്ഞു, ഇതേ ബാലികാദേവി ഒന്നും മിണ്ടിയിട്ടില്ല. കാരണം എന്താ, നിങ്ങൾ ബാലികാദേവിയോട് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഇനിയിപ്പം നിങ്ങളുടെ മോളെ ബാലികാദേവി രക്ഷിക്കുമെന്ന് തോന്നില്ലെന്ന് പറയാം. ഇത് കേട്ടൻ ജയം പറഞ്ഞു, അയ്യോ അങ്ങനെ പറയില്ലേ ഗിരിദേവ. എന്താണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇനിയിപ്പൊ ഇനി പ്രായച്ചിത്തം ചെയ്യേണ്ടി വരുമെന്ന് പറയണം. പ്രായച്ചിത്തം ചെയ്യണം, അതെ. കാരണം ബാലികാദേവിയുടെ നിങ്ങൾ ഒന്നും ആവശ്യപ്പെട്ടില്ല. ബാലികാദേവിയുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അതിന്റെ പ്രായച്ചിത്തം ചെയ്യണം, നിങ്ങളുടെ മോളെ രക്ഷിക്കാനെന്ന് പറയാം. പെട്ടെന്ന് ജയനും മിനിയും പറഞ്ഞു, ഞങ്ങൾ എന്ത് ചെയ്യാനാന്ന് ചോദിക്കണം. അതെ, പ്രായച്ചിത്തം ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയതോ കാര്യമൊന്നും ആയിരിക്കില്ല. ചിലപ്പോഴ് ബാലികാദേവി പറയുന്നത് എന്താന്ന് വെച്ചാൽ അതനുസരിച്ചാൽ മതിയാവുള്ളൂ പറയാം. തക്കാലത്തിന്റെ ഒരു കാര്യം ചെയ്യാം, പറയാന്ന് പറഞ്ഞ വിളിച്ചോണ്ട് പോവാണ്. അതെ, ഇവിടെ ഈ മിറ്റം എല്ലാം ഒന്ന് അടിച്ചു വാരി, ക്ഷേത്രത്തിന് മിറ്റം ഉണ്ടല്ലോ, ഇതെല്ലാം ഒന്ന് അടിച്ചു വാരി ഒന്ന് തളിച്ചൊന്ന് വൃത്തിയാക്കാൻ പറയാണ്. വെള്ളം തെളിച്ചൊന്ന് വൃത്തിയാക്കാൻ പറയാ. ഇത് കേട്ടതും മിനി ജയനോട് പറഞ്ഞു, എന്ത് വെള്ളം ചെയ്യാം, നമ്മുടെ മോൾക്ക് വേണ്ടിയിട്ടല്ലേ, ആതിരമോളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ടല്ലേ. ഒരു പക്ഷെ ഗിരിദേവൻ പറഞ്ഞ് ശരിയാണെന്നറിയില്ലോ. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ആതിരമോളെ തിരിച്ചു കിട്ടിയാലോ, അങ്ങനെ ഒരു ചിന്ത രണ്ടുപേരുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. പിന്നീട് എന്ത് വേണം, അവരങ്ങനെ അവിടെ അടിച്ചു വരാനായിട്ട് അങ്ങോട്ട് പോവാണ്. പക്ഷെ ഉണ്ണിമോളുടെ മുന്നിൽ കുമ്പിട്ടൊന്ന് പറയാനുള്ള ആ ഒരു മനസ്സ് അവർക്കുണ്ടായില്ല. കാരണം ഉണ്ണിമോളുടെ മുന്നിൽ തല കുനിച്ച് നിൽക്കാന്ന് പറഞ്ഞാൽ മിനിയേം ജയനെ സംബന്ധിച്ചോളം അവർക്ക് കൊല്ലുന്നതിന് തുല്യമാണ്. കാരണം ഇച്ചിരി ഇല്ലാത്ത ആ പെണ്ണിന്റെ മുന്നിൽ നിന്ന് കാര്യങ്ങളൊക്കെ പറയാന്ന് പറഞ്ഞാൽ ബാലികാദേവിയാന്ന് പറഞ്ഞിട്ടും അവർക്ക് വിശ്വാസം അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ അങ്ങോട്ട് കൂട്ടാക്കുന്നില്ല. ആ വെറ്റിലേക്കകത്ത് തെളിഞ്ഞു വന്നെങ്കിലും അതൊക്കെ എന്തോ ഒരു മന്ത്രമോ മായാജാലോ ഒന്ന് അവര് വിശ്വസിക്കുമായിരുന്നു. പിന്നീട് എന്തേലും ആട്ടെ എന്ന് കരുതിയിട്ട് ചൂലും എടുത്തോണ്ട് മിനി അവിടെ എല്ലാം ക്ഷേത്രത്തിന്റെ ചുറ്റും അടിച്ചു വാരുന്നുണ്ട്.
അങ്ങനെ അടിച്ചു വാരിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറെ കരിയിലുണ്ട്. അങ്ങനെ അടിച്ചു വാരുന്നതനുസരിച്ച് വീണ്ടും വീണ്ടും കരിയില വന്നുകൊണ്ടേ ഇരിക്കുക. ഇത് അടിച്ചിട്ടും തീരുന്നില്ല. ഇതെന്താ സംഭവം? അത് അടിച്ചു വാരിയിട്ട് ഇങ്ങോട്ട് തിരിയുമ്പോഴത്തേനും വീണ്ടും അവിടെ മൊത്തം കരിയില. ആ സമയത്ത് അടിച്ചു വാരുന്നിടത്ത് വെള്ളം തളിക്കാനായിട്ട് ജയം ഒരു കുടം നിറച്ച് വെള്ളമായിട്ട് വരുവാണ്. പക്ഷേങ്കിൽ ആ വെള്ളമായിട്ട് വന്ന സമയത്ത് തന്നെ ആ വെള്ളം എന്ത് ചെയ്യണം, കൈ എന്ന് പറഞ്ഞ് അവിടേക്ക് വീണ കുടം അങ്ങോട്ട് പൊട്ടുവാണ്. ഈ കാഴ്ച കണ്ടോണ്ട് ഗിരിദേവനും ഭാവിയും ലെമ്പും കൂടെ അങ്ങോട്ട് വന്നേ. കുടം പൊട്ടിക്കിടക്കാൻ കണ്ടപ്പം ലെമ്പു പറഞ്ഞു, ദുശകനമാണല്ലോ കാണുന്നതെന്ന് പറയാ. കാരണം കുടം പൊട്ടാൻ പാടില്ലെന്ന് പറയാ. ഇത് കേട്ട ജയനും മിനിയും പരസ്പരം നോക്കി. എന്താന്ന് വെച്ചാല്, നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് ബലമില്ലെന്ന് അർത്ഥം. നിങ്ങളുടെ മനസ്സ് ആദ്യം ശുദ്ധമാകണം. കണ്ടില്ലേ, എത്രയും കരികല അടിച്ചു വാരിട്ടും വീണ്ടും വീണ്ടും കരികല വന്നുകൊണ്ടിരിക്കുന്നത്. അതെന്താ, നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും മാലിന്യം അടിഞ്ഞു ഓടിക്കൊണ്ടിരിക്കുക. അത് മുഴുവത്തോടെ പോയില്ല. അത് മൊത്തം പോയാൽ മാത്രം നിങ്ങൾക്ക് ഈ മിറ്റം അടിച്ച് കഴിയുള്ളൂ. നിങ്ങൾക്ക് മിറ്റം അടിച്ച് തീർക്കാൻ സാധിക്കുള്ളൂ എന്ന് പറയാ. അല്ല, നിങ്ങൾക്ക് ഒരിക്കലും ഈ മിറ്റം അടിച്ച് തീർക്കാൻ സാധിക്കില്ലെന്ന് പറയാ. ഇത് കേട്ടതും മിനി ജയനോട് പറഞ്ഞു, ഇതെനിക്ക് തോന്നേ ഇവന്റെ എന്തോ മന്ത്രവിദ്യയാണെന്ന് തോന്നിയെന്ന് പറയാം. ഗിരിദേവൻ പറഞ്ഞു, പേടിക്കുമൊന്നും വേണ്ട, നിങ്ങൾക്ക് നിങ്ങളുടെ മോളെ കിട്ടണേ മതി. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെ എന്താണെന്ന് ചെയ്യാൻ പറയണം. അപ്പൊ അവർക്ക് തോന്നി, ഇനിയിപ്പം ബാലികാദേവിയോട് പോയി പറഞ്ഞാലോ, സങ്കടങ്ങളൊക്കെ പറഞ്ഞാലോ, എങ്കിൽ മാത്രം ഇനിയിപ്പം തങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ തോന്നി. ഇനിയിപ്പം അഹങ്കാരം അഹങ്കതയൊന്നും വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. പിന്നീട് ഗിരിദേവനോട് പറഞ്ഞു, ഞങ്ങൾ ബാലികാദേവിയുടെ അടുത്ത് ചെല്ലാം. ബാലികാദേവിയുടെ അടുത്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ വിഷമങ്ങളൊക്കെ പറയാന്ന് പറയണം. അങ്ങനെ അവര് നേരെ ഉണ്ണിമോളുടെ അരിയിലേക്ക് ചെല്ലുവാണ്. ഉണ്ണിമോളുടെ അരികെ ചെന്നിട്ട് ഉണ്ണിമോളുടെ കാര്യങ്ങളൊക്കെ പറയണം. അതിലെ പോയ കാര്യങ്ങളെല്ലാം പറയാം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ണിമോള് മറുപടി ഒന്നും പറഞ്ഞില്ല. ഉണ്ണിമോളൊന്നും നോക്കുക മാത്രമേ ചെയ്തുള്ളൂ. മിനി ജയനോട് പറഞ്ഞു, ഇവളൊന്നും പറയുന്നില്ലോ ചേട്ടാ, ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്ന് പറയാൻ. ഗിരിദേവൻ പറഞ്ഞു, നിങ്ങളുടെ മനസ്സിലുള്ള വിഷമങ്ങളെല്ലാം പറഞ്ഞില്ലേ, ഇനി പോയിക്കോളൂ. ബാലികാദേവി നിങ്ങൾക്ക് ഒരു ഉത്തരം തന്നോളൂ എന്ന് പറയാം, അധികം വൈകാതെ തന്നെ. ഇത് കേട്ട് കഴിഞ്ഞിട്ട് മിനിയും ജയനും ആലിന്റെ ചൂട്ടി പോയി ഇരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇനിയിപ്പം ആദ്യമോളില്ലാതെ വീട്ടിലേക്ക് പോയിട്ടും കാര്യമൊന്നുമില്ല. എങ്ങനെ പോയി അവിടെ സ്വസ്ഥതയുടെ സമാധാനത്തോടെ ഇരിക്കാൻ പറ്റും? ഇവിടെ ഇരിക്കുവാണെങ്കിൽ അന്നപൂർണേശ്വരി ദേവി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത്രയെങ്കിലും ആശ്വാസം കിട്ടും. കാരണം ബാലികാദേവിയുടെ മുന്നിൽ പോയി വിഷമങ്ങൾ പറഞ്ഞില്ലേലും ആദ്യം തന്നെ അന്നപൂർണേശ്വരിയുടെ കാര്യങ്ങളും അപേക്ഷിക്കുന്നുണ്ടായിരുന്നു. മോളെ രക്ഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവസാനം ഉണ്ണിമോളുടെ കാഴ്ചോട്ടിലെത്തി വിഷമങ്ങളൊക്കെ പറയണം. ഈ സമയത്ത് കുറുപ്പേട്ട സാവിത്രിയോട് പറഞ്ഞു, അത് സാവിത്രി, ഇനി നമ്മളിങ്ങനെ മോളെ കാണാൻ ശരിയല്ല. കാരണം ഇനി മോളെയും കൊണ്ട് ഇന്ന് പോകണം, ക്ഷേത്രത്തിലേക്ക് പോകണം, ബാലികാദേവിയുടെ അടുത്തേക്ക് ചെല്ലണം. അവളുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ബാലികാദേവിയോട് പറയിപ്പിക്കണം. ഇത്ര ദിവസമായി അവൾ വന്നിട്ട് ഇതുവരെയായിട്ട് നമ്മളെ ഒന്ന് കാണാൻ പോലും കൂട്ടാക്കില്ലോ എന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ സാവിത്രി പറഞ്ഞു, ശരിയാ കുറുപ്പേട്ടൻ പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യ. അവളുടെ മനസ്സിൽ ചിലപ്പം എന്തെങ്കിലും വിഷമങ്ങളും വേദനകളും ഉണ്ടെങ്കിൽ ബാലികാദേവിയോട് പറയുമ്പം അതെല്ലാം മാറി കിട്ടുമായിരിക്കും എന്ന് പറയാം. എന്നും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക, നേരെ വൈഷ്ണവിയുടെ അമ്മയുടെ അടുക്കിലേക്ക് ചെല്ലുവാണ്. വൈഷ്ണവിയുടെ അമ്മയോട് പറഞ്ഞു, അത് മോളെ, ഇന്ന് എന്താണെങ്കിലും ഞങ്ങൾക്ക് മോളെ കാണണം, ഞങ്ങൾക്ക് മോളെയും കൊണ്ട് ബാലികാദേവിയുടെ അരിയിലേക്ക് പോകണം എന്ന് പറയാം. അല്ല അച്ഛാ, അത് പിന്നെ ഞാൻ മോളൊന്നും എതിർത്തൊന്നും പറയണ്ട, ഇന്ന് ഞങ്ങൾക്ക് അവളെ കൊണ്ടുപോയേ പറ്റുള്ളൂ എന്ന് പറയണം. ഒരു കാര്യം ചെയ്യുക, മോള് കഥവും തുറക്ക്, ഞങ്ങൾ അവളെ ഒന്ന് കാണട്ടെ എന്ന് പറയണം. അല്ല അച്ഛാ, അവള് ചിലപ്പം ഒന്നും സംഭവിക്കില്ല, മോള് ധൈര്യമായിട്ട് ഇരിക്കാൻ പറയണം. അങ്ങനെ അവസാനം വേറെ ഗത്യന്തരം ഇല്ലാതെ വന്നപ്പം വൈഷ്ണവിയുടെ അമ്മ കഥവ് തുറക്കുവാണ്. കഥവ് തുറന്നു കഴിഞ്ഞപ്പം അതിനകത്ത് വൈഷ്ണവി ഇരിപ്പുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് മോളെ കാണുന്നത്. അങ്ങനെ മോളെ കണ്ടത് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. കുറുപ്പേട്ടനും സാവിത്രിയും കൂടെ മോളെ എന്നും പറഞ്ഞുകൊണ്ട്. ഈ സമയം മൈൻഡ് പോലും ചെയ്തില്ല അവള് മുഖം തിരിച്ചിരിക്കുവതെ. എന്താ മോളെ ഇങ്ങനെ, ഞങ്ങളോടൊന്ന് മിണ്ടുവെങ്കിലും ചെയ്യുക, ഞങ്ങളോട് പിണക്കുവാണോ? മുത്തശ്ശിയോടും ഇപ്പോഴും മോൾക്ക് പിണക്കുവാണോ? പിണങ്ങല്ലേ മോളെ, ഇനി ഞങ്ങൾ മോളെ വിട്ടിട്ട് ഒരിടത്തും പോകത്തില്ല, ഞങ്ങളോട് ദേഷ്യമൊന്നും കാണിക്കില്ല. മോള് വന്നേ, നമുക്ക് ബാലികാദേവിയുടെ അരിയിലേക്ക് പോവാം, ബാലികാദേവിയുടെ അരിയിൽ പോയിട്ട് സങ്കടങ്ങളൊക്കെ പറയാന്ന് പറയാം. ഈ സമയത്ത് അവൾ അനങ്ങാൻ നിൽക്കുക. ബാ മോളെ എന്ന് പറഞ്ഞ് കയ്യിലേക്ക് അങ്ങോട്ട് പിടിക്കുക. പെട്ടെന്ന് അവളെ കയ്യും കൂടെ തട്ടി മാറ്റി. മോളുടെ മുത്തശ്ശനും മുത്തശ്ശിയല്ലേ പറയണേ, വരാൻ പറഞ്ഞങ്ങോട്ട് കയ്യിലേക്ക് അങ്ങോട്ട് പിടിക്കുകയാണ്. പിന്നീട് കയ്യെ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുക. ഈ സമയം വൈഷ്ണവിയുടെ അമ്മയ്ക്ക് വല്ലാത്തൊരു വെപ്രാളവും വിഷമമൊക്കെ, എന്തായി തീരുമെന്നൊന്നും അറിയത്തില്ല, മോളെയും കൊണ്ട് പോകുന്നേ. അങ്ങനെ നേരെ അവര് അങ്ങോട്ട് വരുവാണ്, ബാലികാദേവിയുടെ അരിയിലേക്ക് വരുവാണ്. അങ്ങനെ അവർ വരുന്ന സമയത്താണ് മിനിയും ജയനും അവിടെ ഇരിപ്പുണ്ടായിരുന്നു. മിനിയും ജയനും നോക്കി കഴിയുമ്പോൾ ആതിരയുടെ കയ്യും പിടിച്ചോണ്ട് കുറുപ്പേട്ടനും സാവിത്രിയും വരുന്നുണ്ട്. ഇത് ആതിരമോളല്ലേ വരുന്നതെന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് മിനി പറഞ്ഞു, ശരിയാ ചേട്ടാ, അത് ആതിരമോളാന്ന് പറയണം. കാരണം വൈഷ്ണവിയായിട്ട് വരുന്ന ആതിരയായിരുന്നു വരുന്നത്. അയ്യോ, അതെന്താ ആതിരമോൾ അവരുടെ കൂടെ വരുന്നേ? ചിലപ്പോൾ ഒരു പക്ഷെങ്കില് അവരുടെ കൈകൾ നമ്മുടെ ആതിരമോളിൽ നിന്ന് പെട്ട് കാണുമായിരിക്കും, അതുകൊണ്ടായിരിക്കും അവളെയും കൊണ്ട് ഇങ്ങോട്ട് വരുന്നതെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് ഓടി ചെല്ലുവാണ്. ആതിരമോളെ എന്ന് പറഞ്ഞ് വിളിച്ചു കഴിയുമ്പോഴും ആതിര തിരിഞ്ഞു പോലും നോക്കിയില്ല. ആതിര ഒന്നും മിണ്ടാതെ കൂടെ പോവാ. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ സമനില തെറ്റുപോലെ മിനിയും ജയനും കൂടെ നിൽക്കുക.
അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണുന്നത്. ഇതിന്റെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ അറിയാട്ടോ. അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.